ആ അധികാരത്തിൽ കടന്നു വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനായ MLA ശ്രീ ചാണ്ടിയമ്മനോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും ഒരു ശ്രീ ചാണ്ടിയമ്മനെ സ്വാഗതം ഏൽപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ KPCCയുടെ നേതൃത്വത്തിൽ എല്ലാ ആശുപത്രികളിലെയും ഭാഗത്തും ഈ ധർണാസമരം നടത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ മാറുന്നു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടയ്ക്കാട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുത്തായിരുന്നു, ഈ തോട്ടയ്ക്കാട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉള്ള 2 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. അപ്പോൾ ഇന്ന് ഈ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഹോസ്പിറ്റലിന്റെ പടിക്കലൊരു പ്രതിഷേധ മീറ്റിംഗ് നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയമ്മനാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും ആരോഗ്യരംഗം നശിപ്പിച്ചതിനെതിരെയുള്ള KPCC ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും വാതുക്കൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ധർണയുടെ ഭാഗമാണ് പുതുപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ധർണാ സമരം ഇവിടെ ആരംഭിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ പ്രിയങ്കനായ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മനോട് എത്തിച്ചേരും. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗിരീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പുതുപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്ന ധർണ പരിപാടി ആരംഭിക്കുകയാണ്. ഈ ധർണയ്ക്ക് യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പുതുപ്പള്ളിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംബി അവർക്ക് ബഹുമാനായ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KB ഗിരീശൻ, അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, മറ്റു പ്രിയമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ഇന്ന് പുതുപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനി തോട്ടക്കാട് ആശുപത്രിയുടെ വാതിക്കൽ ഒരു ധർണാസമരം നടത്തുന്നതിന്റെ കാര്യങ്ങൾ ഏവർക്കും അറിയാം. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം, കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം നടക്കുകയാണ്. ഈ ഭരണം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. പ്രയോജനം കിട്ടുന്ന പിണറായി വിജയന്റെ മകൾക്കും മരുമകനും അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ കോവിഡിനോട് ബന്ധപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ കിറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓർത്തു പിണറായി വിജയനായ ഞങ്ങളുടെ നായകൻ, പിണറായി വിജയനായ ഞങ്ങളുടെ രക്ഷകർക്കുള്ള ചിന്തയിൽ പാവങ്ങളെല്ലാം വീണ്ടും പിണറായി വിജയനെ വോട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ കടന്നു വന്നു. ആ അധികാരത്തിൽ കടന്നു വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനായ MLA ശ്രീ ചാണ്ടിയമ്മനോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും ഒരു ശ്രീ ചാണ്ടിയമ്മനെ സ്വാഗതം ഏൽപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ KPCCയുടെ നേതൃത്വത്തിൽ എല്ലാ ആശുപത്രികളിലെയും ഭാഗത്തും ഈ ധർണാസമരം നടത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ മാറുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം വളരെ പലകല്ലുന്ന ബ്ലോക്കിനകത്ത് ആൾക്കാരെ താമസിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ ശുദ്ധിമുറി പിടിച്ചുകൊണ്ട് അവിടെ ഒരു മരണം സംഭവിക്കുകയും ചെയ്തു. അത് ഉത്തരവാദിത്തപ്പെട്ട 2 മന്ത്രിമാരെ, സഹകരണ മന്ത്രി VN വാസവനും അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജും കൂടെ കടന്നു വന്ന് പറഞ്ഞത് ഇതിന്റെ കീഴിൽ ആരുമില്ല, ആ പടം 2 പേരെ ഉണ്ടാകുന്നു, ആ 2 പേരെ ഞങ്ങൾ രക്ഷിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാനായ MLA അവിടെ ചെന്ന് പറഞ്ഞു, ആ മണ്ണിന്റെ ഇടയിൽ ആളുണ്ട്, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ വില പോലെ കൽപ്പിക്കാതെ അവരെ വളരെ നിസ്സാരമായി ഈ അദ്ദേഹത്തിന്റെ വാക്കിനെ ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ അരമണിക്കൂറിനകം അതിന്റെ അതൊന്ന് ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കിട്ടി. ഇതുപോലെ അഴിമതി പിടിച്ച ഒരു ഭരണവും ഇതുപോലെ അഴിമതി പിടിച്ച
ഒരു സർക്കാരും ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. ഇപ്പൊ പിണറായിയുടെ നേതൃത്വത്തിൽ CPI-ക്കാർ പറയുന്നത്, CPI-ക്കാർ വന്നിട്ട് പത്രത്തിൽ കണ്ടു അവരുടെ മണ്ഡലം ഏതാണെന്ന് പോലും അവർക്കറിയാമല്ലോ. പുതുപ്പള്ളി മണ്ഡലവും കോട്ടയം മണ്ഡലമാണെന്ന് പറയുന്നത് സഹാക്കൾ ഇപ്പം ഏറ്റുമാനൂർ മണ്ഡലമാണെന്ന് പോലും അറിയാമല്ലോ. അവർക്ക് MLA ആരാണെന്ന് പോലും അറിയാമല്ലോ. സഹാക്കളാണ് ഇന്നിപ്പോ ഇത് കൂടെ പ്രചരിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വം നടന്ന ഈ അഴിമതി ഭരണത്തിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും വാദങ്ങൾ ഈ ധർണാ സമരം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ തോട്ടക്കാട് ആശുപത്രി വാദങ്ങളും ഈ സമരം നടത്തുന്നത്. തോട്ടക്കാട് ആശുപത്രിയെ പറ്റിയും അതുപോലെ ഇവിടെയുള്ള പരിസരത്തുള്ള ആശുപത്രിയെ പറ്റിയും ഒക്കെ പറയുന്നതിനുള്ള നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കടന്നു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ആരോഗ്യരംഗം വളരെ മലിനമായിരിക്കുകയാണ്. ഈ ആരോഗ്യ മന്ത്രിയായതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലെ തിരുവനന്തപുരം പോലും കാസർഗോഡ് പോലുള്ള സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ തോട്ടക്കാട് ആശുപത്രി ഈ കെട്ടിടം നോക്കിയാൽ മതി. ഇതുപോലെ തന്നെയാണ് എല്ലാ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി. ഇതിന് മാറ്റം വരണമെങ്കിൽ ഈ പിണറായി വിജയന്റെ ഭരണം അവസാനിക്കണം, അല്ലെങ്കിൽ ഒരു ആരോഗ്യങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കണം. അതിനെതിരെയാണ് ഞങ്ങളിവിടെ സമരം നടത്തുന്നത്. അതുകൊണ്ട് ഈ സമരത്തിൽ കടന്നു വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യപ്രഭാഷകരെ കടന്നു വരിക്കുന്ന ബഹുമാനായ MLA ശ്രീ ചാണ്ടി ഉമ്മനെ ഈ മീറ്റിംഗിന് നാമത്തിൽ സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ അധ്യക്ഷനായ KV ഗിരീശന്, ഉദ്ഘാടന ജോഷി പിലിപ്പനെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്യം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കോൺഗ്രസ്. നമ്മുടെ ഈ ധർണാ സ്ഥലത്തിലേക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി MLA ചാണ്ടി ഉമ്മൻ. ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ശ്രീ ജോഷി ഫിലിപ്പ്, പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ KV ഗിരീശൻ, പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ സാമർക്കി, പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട മാച്ചൻ, പ്രിയപ്പെട്ട തോമസ് അറിയാൻ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. എനിക്ക് മുണ്ടക്കയത്ത് ഈ സമരം ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. ഓരോ സ്ഥലത്തും ഓരോ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മുണ്ടക്കയത്താണ് ചുമതല. ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാനിവിടെ ചുമതല നൽകിയത്. പക്ഷേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും എനിക്കൊരു സമാധാനം തരാത്തതുകൊണ്ട് ജസ്റ്റ് പേരിന് കയറി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടപ്പോ എനിക്കൊരു സംശയം, ഇനി ഞാനാണോ ആരോഗ്യമന്ത്രി? കാരണം എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാണ് ഇന്നത്തെ ഏതോ ഒരു ചാനല്, എനിക്കറിയാം, ഏതോ ഒരു ചാനൽ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഈ ആശുപത്രിയുടെ അവസ്ഥ കണ്ടിട്ട് ഇത് തകർന്നിരിക്കുന്നു, അത് മറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, എന്റെ ഉത്തരവാദിത്തമാണോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒറ്റ ആശുപത്രി ഇവിടെ നിലനിർത്തുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ തൊടുപുഴയായിരുന്നു. തൊടുപുഴ ജനറൽ ആശുപത്രി എപ്പോ വേണം നിലം പതിക്കാം, എപ്പോ വേണമെങ്കിൽ. അതിന് മുമ്പത്തെ ദിവസം നമ്മള് മെൻസ് ഹോസ്റ്റലിൽ പോയി നിലം പതിച്ച നമ്മുടെ മെഡിക്കൽ കോളേജ് പറയുന്നത് വേൾഡ് ക്ലാസ്സിൽ നിലം പതിക്കുന്ന കെട്ടിടങ്ങൾ, മരുന്നില്ലാത്ത ആശുപത്രികൾ, സൗജന്യ ചികിത്സ കൊടുക്കുമെന്ന് പറഞ്ഞ് സൗജന്യ ചികിത്സ കൊടുക്കാതെ 300 രൂപ മേടിക്കുന്ന ഒരു കുടുംബത്തിന് 3,40,000 രൂപ ആകുന്ന ചികിത്സാ ചെലവ്. ജർമ്മനിയിലെ ഈ ആശുപത്രികൾക്ക് ലോകോത്തരം എന്ന് പറയുന്നത് ജർമ്മനിയിലേക്കൊന്ന് പോയി നോക്കാം. എന്റെ പിതാവിനെ ജർമ്മനിയില് 2 പ്രാവശ്യം കൊണ്ടുപോയി. ജർമ്മനിയിലെ ആശുപത്രികൾക്ക് പേര് പറയുന്നത്, ഗവൺമെന്റ് ആശുപത്രികൾക്ക് പേര് പറയുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്. അത് വേൾഡ് ക്ലാസ് ആണ്. അവിടെ ചികിത്സ വേൾഡ് ക്ലാസ് ആണ്. അവിടെ സൗജന്യമാണ്. നമ്മുടെ സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞ വേൾഡ് ക്ലാസ്സിന് ഒരു പാവപ്പെട്ട കുടുംബത്തിന് 3,40,000 രൂപ കൊടുക്കേണ്ടി വരികയാണ്. ഇതാണ് കേരളത്തിന്റെ സാഹചര്യം. പിന്നെ 2014 ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ഒരു മെഡിക്കൽ കോളേജ്, അത് ഉദ്ഘാടനം നടത്തിയിട്ടില്ല. അങ്ങനെ ചെറുതോണിയിലുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് ആക്കിയത്. ആ ഹോസ്പിറ്റൽ പക്ഷേ ഇതുവരെ ഫയർ സേഫ്റ്റി ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. കാരണം എന്താ അറിയാമോ? അവിടെ ആംബുലൻസ് കയറാനുള്ള റോഡില്ലാന്നാ പറയാം. ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചത്.
ഇതാണ് കേരളത്തിലെ സാഹചര്യം. അതേ സാഹചര്യത്തിന്റെ മറ്റൊരു പതിപ്പായി തോട്ടക്കാട് ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പലരും വന്ന് എന്നോട് കംപ്ലൈന്റ് ചെയ്തിരിക്കുക. നമുക്ക് സർക്കാരിനോട് പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ സർക്കാർ വല്ലതും കേൾക്കുമോ? ഈ പുതുപ്പള്ളിയിലെ തലപ്പാടിയിലെ ആശുപത്രി, അതിനെക്കുറിച്ച് ഞാൻ MLA ആയപ്പോ തൊട്ട് പറയുന്ന കാര്യമാണ്. അതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഔട്ട് പേഷ്യന്റ് മാത്രമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ഔട്ട് പേഷ്യന്റ് മാത്രമായി ഒരു ഹോസ്പിറ്റൽ ചുരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സാഹചര്യം, കേരളത്തിലെ ആശുപത്രികളുടെ സാഹചര്യം ഇതാണ്. ഈ നാടിനെ പിന്നോട്ടടിക്കുന്ന വിധം, ഈ നാടിന്റെ ഓരോ വികസനത്തെ തച്ചു തകർക്കുന്ന വിധം പാമ്പാടിയിലെ ആശുപത്രി, ഞാൻ പറഞ്ഞു എനിക്ക് പാമ്പാടിയിലെ ആശുപത്രിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. 2 സൂപ്പർ സ്പെഷ്യാലിറ്റി, ഒന്ന് പുതുപ്പള്ളിയിലും ഒന്ന് അവിടെ. അപ്പം പ്രിയപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു 18ാം പടി കയറണമെങ്കിൽ ആദ്യത്തെ പടി കടക്കണം. ആദ്യത്തെ പടി, 2ാം പടി, 3ാം പടി, പല പടി, ഇങ്ങനെ പടിപടിയായിട്ട് വേണം കടത്തുകയല്ലേ. പക്ഷെ ആദ്യത്തെ പടി ഇല്ലെങ്കിലും, ആദ്യത്തെ പടിയേ ഇല്ല, പിന്നെ 12ാം പടി എത്തും. ഇവിടെ ആദ്യത്തെ പടി ഉണ്ടാവണമെങ്കിൽ അതിനുവേണ്ട പ്രവർത്തനം ഉണ്ടാവണം. ഇവിടുത്തെ സർക്കാരിന് അത് താല്പര്യമില്ല. ഈ പുതുപ്പള്ളിയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ വന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ നിൽക്കുക. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ളത് മേളിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. അതുപോട്ടെ, പള്ളം ബ്ലോക്കിന് എന്തിനാ കുറ്റം പറയുന്നത്? കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് എന്താ ഉത്തരവാദിത്വം? കേരളത്തിലെ ആരോഗ്യ വകുപ്പിനുള്ള ഉത്തരവാദിത്വം അവര് കാണിച്ചില്ലേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ പൊതുവെ കേരളത്തിലെ സാഹചര്യത്തിന്റെ ഒരു നേർചിത്രമാണ് ഈ തോട്ടക്കാട് ആശുപത്രി. ഈ തോട്ടക്കാട് ആശുപത്രിയെ കുറിച്ച് ഉള്ള ആക്ഷേപങ്ങൾ എത്രയോ കാലമായി നിൽക്കുകയാണ്. ഇതിന് 3 പ്രാവശ്യം മുമ്പ് തന്നെ സമരം പ്ലാൻ ചെയ്യാൻ വെച്ചിരുന്നതാണ്. പല മരണങ്ങൾ മൂലമൊക്കെ മാറിപ്പോയതാണ്. ഇന്നിപ്പം ഈ സമരം ഇങ്ങോട്ട് മാറ്റിയതാ. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന സമരം ഇങ്ങോട്ട് മാറ്റിയതാ, പാമ്പാടിക്ക് വരെ. ഇത് നേരത്തെ തന്നെ നടത്താൻ വെച്ചിരുന്ന ഒരു കാര്യമാണ്. യാതൊരു സംശയം വേണ്ട. നമ്മുടെ നാടിന്റെ വികസനത്തെ തച്ചു തകർത്ത ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരെ ഒളിച്ചോടാൻ പല വഴി നോക്കും. ഇതിപ്പോ പുതിയൊരു ന്യായീകരണം ഇന്നലെ ഞാൻ കണ്ടു. പല ന്യായീകരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ന്യായീകരണം എന്റെ പേരെന്താണെന്ന് അറിയത്തില്ല, ഐഡുവ എന്നാണ്. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് അത് തന്നെ സാർ. ഇന്നലെ ഒരു സമരം പത്തനംതിട്ടയിലും കണ്ട് നടത്തി. സമരമല്ല, ഐക്യദാർഢ്യ സമരം. അത് പറയാണ് ഞാൻ കാരണമാണ് ബിന്ദു മരിച്ചത്. ഞാൻ വെല്ലുവിളിക്കാം. ഞാൻ അവിടെ ചെന്ന ആദ്യത്തെ നിമിഷം അവിടുത്തെ RMOയെ കണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ എല്ലാ മീഡിയാസിലും ഉണ്ടോ, ഞാൻ അവിടെ ആദ്യം ചെന്ന് പറഞ്ഞത് ഇതിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നാ പറഞ്ഞത്. ഞാൻ ചെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആദ്യം പറഞ്ഞ കാര്യമാണ്. അപ്പൊ RMO പറഞ്ഞു 10 മിനിറ്റ് എന്ന് പറഞ്ഞു. അടുത്തൊരു ചോദ്യം എന്റെ അടുത്ത് നിന്ന് പ്രിൻസ് ലൂക്കോസ് ചോദിച്ചു. പുള്ളി ഓടിക്കളും പണത്തെ കാര്യം, ആ വീഡിയോ കിട്ടിയില്ലാത്ത മാത്രമേ ഉള്ളൂ. ഞാനത് പറയണ ഉദ്ദേശമല്ല. പക്ഷേ ഈ തരത്തിലുള്ള ക്യാപ്ഷനുകൾ ഇങ്ങനെ വരുവാണല്ലോ. ഒരു പാവപ്പെട്ട അമ്മയുടെ മരണത്തിന് ശേഷം ഞാൻ പറയുന്നത് ആംബുലൻസ് തടഞ്ഞെന്ന. ഞാൻ ആംബുലൻസ് തടഞ്ഞിട്ടില്ല. ഞാൻ ആ വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ചാലും അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, എനിക്കൊരു വാക്ക് പറയണം. എനിക്ക് ആ വാക്ക് കുടുംബത്തിന് വേണ്ടിയാ പറയേണ്ടത്. ആ കുടുംബത്തിന് അമ്മയുടെ ബോഡി അനാദരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവരെന്നോട് പറഞ്ഞൊരു വാക്ക് പറയണം. എന്താണ് ഞങ്ങളുടെ ആവശ്യം? ഇതാണ് 25 ലക്ഷം രൂപ. ഞങ്ങളുടെ ആവശ്യം എന്താണ്? ജോലി കൊടുക്കുക. ഞങ്ങളുടെ ആവശ്യം എന്താ? ചികിത്സ വഹിക്കുക. ഞങ്ങളുടെ ആവശ്യം എന്താ? ദത്തെടുക്കുക എന്നുള്ള കാര്യം ഒരു വാക്ക് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊരു വാക്ക് പറയാൻ ചെന്നത്. അപ്പോൾ എന്താ, 3 പ്രാവശ്യമാണ് ആ വണ്ടി മുന്നോട്ടെടുക്കുന്നത്. 6 വണ്ടിയാണ് ഞാൻ പറയേണ്ടത്. ഞങ്ങളാരെയും ഒന്നും തടഞ്ഞതൊന്നുമല്ല. പക്ഷേ അതൊരു തെറ്റായിട്ടാണ് ചില CPM-കാർ പറയുന്നെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി അങ്ങനത്തെ 1000 തെറ്റ് ഞങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ചികിത്സാ ചെലവ് കൊടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തല്ലോ. 3,40,000 രൂപയുടെ ചെലവ് ഇന്ന് സർക്കാർ ഏറ്റെടുത്തല്ലോ. ഞങ്ങളുടെ ആവശ്യം നിറവേറിയല്ലോ. ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇത് നടന്നത്. അല്ലെങ്കിൽ മുണ്ടക്കയിൽ ചൂരമ്പലയിൽ പോയി നോക്കണം, ഒരു കുടുംബത്തിന് പോലും ഒരു വീട് ഈ സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചാണ്.
ഈ ഒരു സാഹചര്യം സർക്കാർ വഴിയൊരുക്കിയതാണ്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ സാഹചര്യം ഒരുക്കണമെന്ന്. പക്ഷേ ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചതാ. ഒരു കുടുംബം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് നീതി കിട്ടണമെന്ന് എന്നോട് പറഞ്ഞു. ആ നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ ഒരു MLA നിലയ്ക്ക് എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഞാൻ നിറവേറ്റിയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയും ഇല്ലാ കഥകൾ പറഞ്ഞും പുതിയ ക്യാപ്സ്യൂൾ ഇറക്കിയൊന്നും ഈ സമരത്തെ തകർക്കാമെന്ന് വിചാരിക്കേണ്ട. ഇന്നലെ തൊടുപുഴയിൽ ഒരു സമരം ഉണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്തത്. കേരളമൊട്ടുക്ക് സമരമുണ്ട്. എല്ലാ സമരങ്ങളും ശക്തമായിട്ട് തുടരുക. ഇപ്പൊ ഡിവൈഎഫ്ഐക്കാർ പുതിയ ഭീഷണിയാ, ഞങ്ങള് അങ്ങ് കൊന്നുകളയും, വീട് തടഞ്ഞോട്ടെ, സന്തോഷം. പണ്ട് കുറെ തടഞ്ഞല്ലേ, ഇവിടുത്തെ പഴയ MLA തടഞ്ഞല്ലേ, കല്ലെറിഞ്ഞല്ലേ. ഇപ്പൊ പറയുന്നു സമരം പാടില്ല. അയ്യോ, ആരാ പറയുന്നത്? ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ ടീമാ പറയുന്നത് കല്ലെറിയാൻ പാടില്ല, സമരം നടത്താൻ പാടില്ല. ഞങ്ങൾ കല്ലെറിഞ്ഞില്ല, അക്രമ സമരം നടത്തിയില്ല. ഇന്നലെ തൊടുപുഴ സമരം ഞങ്ങൾ സമാധാനപൂർവ്വം നടത്തി. പോലീസ് കയ്യാങ്കളി നടത്തിയാണ് ഞങ്ങൾ അവിടെ മാറ്റിക്കൊണ്ടുപോയത്. അങ്ങനെയുള്ള കേരളത്തിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് മിണ്ടാതിരിക്കാൻ സാധിക്കത്തില്ല. ഈ ഹോസ്പിറ്റൽ അവസ്ഥയെക്കുറിച്ച് ഇനി MLA പറഞ്ഞില്ല എന്ന് പറയുന്നത് ഞാൻ വന്ന് പറഞ്ഞിരിക്കുക. മെഡിക്കൽ കോളേജിൽ നിന്നപ്പോ പുതിയ തിരുവഞ്ചൂർ സാർ പറഞ്ഞില്ല, ചാണ്ടി ഉമ്മൻ പറഞ്ഞില്ല. അവിടുത്തെ MLA-മാരാണല്ലോ ഞങ്ങൾ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്റെ മണ്ഡലത്തിലെ അവസ്ഥ ഇവിടുത്തെ സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. നാളെ ഈ കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം എന്റെ കയ്യിൽ കെട്ടിവെക്കരുത്. സർക്കാരിനുള്ള ഉത്തരവാദിത്തം മാറ്റിക്കളയരുത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ന്യായമായ ധർമ്മ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രിയങ്കരനായ ജോഷി ഫിലിപ്പിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നമ്മുടെ ഈ സമരപരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്തിയ പുതുപ്പള്ളിയുടെ ഊർജ്ജസ്വലനായ നമ്മുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ KB ഗിരീശൻ, നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സാബു പുതുപ്പറമ്പൻ, പ്രിയപ്പെട്ട NGUC-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനിയൻ മാത്യു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാം കേവർക്കെ, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ ശ്രീ തോമസ് ചെറിയാൻ, ശ്രീ മാധവൻ പാപ്പാടി, പ്രിയപ്പെട്ട EK പ്രകാശൻ, ശ്രീ MC ബാബു, മഹിളാ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ശ്രീ മാത്യു, പ്രിയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ സഹപ്രവർത്തകമായ ശ്രീ NJ പ്രസാദ്, മറ്റിവിടെ ശ്രീ പോഷക സംഘടനയുടെ നേതാക്കന്മാര്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികള്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ള ജനാധിപത്യ മുന്നേറ്റ വിശ്വാസികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംസ്ഥാന വ്യാപകമായിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന ഇന്നത്തെ വലിയ പ്രശ്നങ്ങൾ അതിന് സർക്കാർ തലത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാം ഘട്ടമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇന്ന് ഇതുപോലെയുള്ള സമര പരിപാടികൾ നടക്കുകയാണ്. ഒന്നാം ഘട്ടമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ നടക്കുന്നുണ്ട്. അതേ തുടർന്നാണ് കേരളത്തിലെ 280 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ സമര പരിപാടികൾ നടക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ബഹുമാന്യ നമ്മുടെ MLA ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല നിരവധി വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള പരാമർശിക്കുകയുണ്ടായി. നമുക്കറിയാം, രാജ്യഭരണകാലം മുതൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ പേരും പ്രശസ്തിയും ആർജിച്ചിട്ടുള്ളതായിരുന്നു. സാധാരണ ജനവിഭാഗങ്ങൾക്ക് ആശ്രയ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ആതുരാലയങ്ങള് ദീർഘനാളുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നത് തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് എത്തി നിൽക്കുന്നു. എങ്കിലും ഇതിനടിയിലുണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. എന്നാല് മന്ത്രിമാര് അതിശക്തമായിട്ട് മാധ്യമങ്ങളോട് പറയുക, 2 പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുള്ളതേ ഉള്ളൂ, ദീർഘനാളുകളായിട്ട് അടച്ചുപൂട്ടി കിടക്കുന്ന കെട്ടിടമാണ്,
അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എങ്കിൽ ശക്തമായിട്ട് ബന്ധുവിന്റെ ഭർത്താവും അതുപോലെ തന്നെ കുട്ടിയും കുടുംബാംഗങ്ങളുമൊക്കെ ബന്ധുവിനെ കാണാനില്ല എന്ന് ശ്രീ ചാണ്ടിയമ്മന്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് അവിടെ തെരച്ചിൽ ആരംഭിച്ചത് തന്നെ. അതിനുശേഷം അവിടെ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹമാണ് കിട്ടുന്നത്. കിട്ടിക്കരിച്ച് പറഞ്ഞതുകൊണ്ടാ ഇത് ഈ അപകടം മൂലം മരിച്ചതാ. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം വൈകിയതുകൊണ്ടല്ല, തലയോട്ടി പൊട്ടിയതുകൊണ്ടാണ് മരിച്ചെന്നാ കോട്ടയത്ത് നിന്നുള്ള മന്ത്രി പറഞ്ഞത്. അങ്ങനെ ആ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുവാനിടയായത്. മുഖ്യമന്ത്രി വെളിപ്പാടുകളുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ട്, കളക്ടറുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നാ? ഇന്നത്തെ പത്രങ്ങള് ചാനലുകൾ കണ്ടാൽ നമ്മുടെയൊക്കെ മനസാക്ഷി മരവിച്ചു പോവില്ലയോ? രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇന്നലെ പത്തനംതിട്ടയില് അപകടമുണ്ടായി, പാറ ഇടിഞ്ഞുവിടെ മരിച്ച് കൊല്ലപ്പെട്ട അവസ്ഥയിൽ ഒരാളുടെ മൃതശരീരം നീക്കം ചെയ്തു. ഇപ്പോഴും മറ്റേ ആ തൊഴിലാളിയുടെ അവസ്ഥ എന്തെന്ന് പോലും കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു മലയാളി ഡ്രൈവർ കർണാടകയിൽ അപകടമുണ്ടായപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ അലംഭാവം കൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം വൈകിയത് എന്ന ആക്ഷേപം ഉന്നയിച്ച മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഗവൺമെന്റ് പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയിൽ വൈകുന്നേരം ഉണ്ടായ അപകടത്തെ തുടർന്ന് മൺകൂരക്കടിയിൽ പാറക്കടിയിൽ കിടക്കുന്ന തൊഴിലാളിയെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ല. ഇതാ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരവസ്ഥ എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ സാമ്പത്തിക ദുരവസ്ഥ ഇത് ഈ നാട്ടിലെ ജനങ്ങളെ വിലയില്ലാ ദുരിതക്കയത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രതീകങ്ങളായിട്ട് ഇന്ന് ഈ സർക്കാർ ആശുപത്രികൾ മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. തുടർ സമരങ്ങൾ ഇനിയും ഉണ്ടാകും. ഈ കേരളത്തിലെ ആരോഗ്യ മേഖല പഴയകാല പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നത്തെ സാധാരണ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമര പരിപാടി ഇവിടെ തുടക്കം കുറിച്ചതായി കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇതുപോലൊരു സമരത്തിൽ നമ്മൾ ഈ ബാനന്ദന്റെ എഴുതിയത് തോട്ടക്കാട് ആശുപത്രിയുടെ സ്തംഭനാവസ്ഥക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്തംഭനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയിൽ ഇപ്പോൾ 31 ജോലിക്കാരുണ്ട്. 3 ഡോക്ടർ, ഒരു ദന്ത ഡോക്ടർ ഉൾപ്പെടെ 4 ഡോക്ടേഴ്സ് ഉണ്ട്. 31 ജീവനക്കാരുണ്ട്. ഈ ആശുപത്രിയിലേക്ക് 12 മണി കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് കയറി ചെല്ലാറില്ല. വെറും ഒരു 2-3 ഡോക്ടേഴ്സിനെ നിയമിച്ചാൽ ഈ ആശുപത്രിയിൽ 24 അവേഴ്സ് സേവനം കിട്ടും. വെറും 3 ഡോക്ടേഴ്സിനെ കൂടുതലായിട്ട് നിയമനം നടത്തിയാൽ ഈ 31 ജോലിക്കാർ മതി. ഒരു ജോലിക്കാരെ കൂടുതൽ വെക്കണ്ട, മറ്റു ജോലിക്കാർ ആരും വേണ്ട. ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ ആശുപത്രിയുടെ സേവനം നമുക്ക് കിട്ടാതിരിക്കുന്നത്. ഇത് ശരിയാണോ? ഇതാ ഒരു ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുവാനായിട്ട് സാധിക്കുമോ? ഒരു ഗവൺമെന്റിന് ആവശ്യമായ ജീവനക്കാരെ കൊടുത്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം എന്തുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വീടുകളിലേക്കുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള ചെലവ് വളരെ തുച്ഛമായ ചെലവാണ്. അതിനേക്കാൾ കൂടിയ ചെലവാണ് ആരോഗ്യ പ്രശ്നം, നമ്മുടെ ചികിത്സാ ചെലവ് കുടുംബങ്ങളിൽ. ആ ചികിത്സാ ചെലവാണ് ഏറ്റവും കൂടുതൽ. 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മെഡിക്കൽ കോളേജിലോ ഇവിടെ ആശുപത്രിയിലോ ഒരു ചികിത്സാ സഹായം കിട്ടുമായിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ അവര് തോട്ടക്കാട് ആശുപത്രി വരുമ്പോൾ രോഗിയില്ല, തൊട്ടടുത്ത് പാറോട്ട് ആശുപത്രി പോകുമ്പോൾ ആ രോഗിക്ക് 1500 രൂപ 2000 രൂപ ബില്ലാകുന്നു. 1600 രൂപ പെൻഷൻ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു രോഗിയെ ഇവിടെ ഒരു രാത്രി വന്നൊരു പനിയായി കിടത്ത് അഡ്മിറ്റ് ആക്കിയാൽ ആ ചികിത്സ കിട്ടുമായിരുന്നു. 2 ദിവസം ഇവിടെ കിടക്കാമായിരുന്നു. നമുക്ക് മെഡിക്കൽ കോളേജ് ചെന്നാൽ അവിടെ ചെന്നാൽ മരുന്നില്ല, തൊട്ടടുത്ത കാരിത്താസ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിടും. അവിടെ ചെല്ലുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊടുക്കുക ചെയ്യാൻ പറ്റുള്ളൂ. അവരെ തെറ്റു പറയാൻ പറ്റിയുള്ള പ്രൈവറ്റ് ആശുപത്രിയാണ്. അപ്പൊ സർക്കാർ ആശുപത്രിയെ ഇതുപോലെ തള്ളിവിടുന്നു. ഈ ഗവൺമെന്റിന് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു? മുഖ്യമന്ത്രിക്ക് ഒരു അസുഖം വന്നപ്പോൾ, മേലാഴിക വന്നപ്പോൾ അദ്ദേഹം
അദ്ദേഹം വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമാരടക്കമുള്ളവര് ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പോന്നു. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനപ്രതിനിധികളോ ക്ലാസ് 1 ഉദ്യോഗസ്ഥന്മാരോ ആരും സർക്കാർ ആശുപത്രിയിൽ പോകുന്നില്ല. സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ ചെന്നാൽ ചികിത്സ മെച്ചമല്ല എന്നാണ് പറയുന്നത്. ആ ചികിത്സ മെച്ചമല്ലാതെ വന്നാൽ നമ്മുടെ ജീവന് സുരക്ഷിതത്വമില്ലാതെ വരും. അപ്പോൾ നമ്മൾ അടുത്ത ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യം. ഇതാരാണ് പറഞ്ഞത്? ഇന്നലെ മന്ത്രിയായിരുന്ന സജി ചെറിയാനാണ് പറഞ്ഞത്. ഈ ഒരു പ്രൈവറ്റ് സർക്കാർ ആശുപത്രി ചെന്നാൽ രോഗം മൂർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്ന് നമ്മൾ ചികിത്സ ഭേദപ്പെടുത്തി വീട്ടിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് സർക്കാർ ആശുപത്രി ചികിത്സ നല്ലതല്ല എന്ന് പറയാനായിട്ട് ഗവൺമെന്റിന്റെ മന്ത്രിമാർ വരെ തയ്യാറാകുകയാണ്. അങ്ങനെ പാവങ്ങളെ തള്ളിവിട്ട് അവർക്ക് നല്ല ചികിത്സ ലഭിക്കാൻ സാധിക്കാത്ത സർക്കാരിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ, ആശുപത്രിയിൽ ആവശ്യമായ ജീവനക്കാരില്ലാതെ, ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും മറ്റ് സാമഗ്രികളും ഇല്ലാതെ ഓപ്പറേഷൻ അടക്കമുള്ളവർ ഇന്ന് ചെയ്യേണ്ട ഓപ്പറേഷന് 6 മാസം നീട്ടിവെക്കുമ്പോൾ ആ രോഗിയിൽ നീട്ടിവെക്കുന്ന രോഗിയിൽ 90% ആൾക്കാരും ഈ 6 മാസത്തിനുള്ളിൽ മരിക്കാനാണ് ഇടവരുന്നത്. ഈ ഗവൺമെന്റിന്റെ നോട്ടീസ് തന്നെ പറയുന്നു 70 വയസ്സിന് മേലുള്ള ഒരു ഓപ്പറേഷൻ ഞങ്ങൾ 6 മാസം കഴിയാതെ ഡേറ്റ് കൊടുക്കാറില്ല. 70 വയസ്സിന് മേലെ 50 വയസ്സിനും 60-65 വയസ്സ് വരെയാണെങ്കിൽ ഒരു 3 മാസത്തിനകം ഓപ്പറേഷൻ ഡേറ്റ് കൊടുക്കും. ഒരു കുട്ടികള് ഒരു 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് ഓപ്പറേഷൻ ഞങ്ങൾ വളരെ അടിയന്തരമായിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ഈ ചികിത്സാ സമ്പ്രദായത്തിന്റെ വേർതിരിവ്. അങ്ങനെയുള്ള ഗവൺമെന്റ് ആശുപത്രികളെ ചികിത്സ ഭംഗിയാക്കാൻ സാധിക്കാതെ ആശുപത്രി കെട്ടിടങ്ങളെ സുരക്ഷിതമല്ലാതാക്കുന്ന ഈ സംവിധാനത്തിന് സമരം ചെയ്യുമ്പോൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി നമ്മൾ ഇതിനെതിരെ ഈ സർക്കാരിനെതിരെ ആശംസാ പ്രസംഗം നടന്നതിനു വേണ്ടി INTUC-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലിയമ്മാത്തിൽ വളരെ ബഹുമാന്യനായ ഈ ധർമ്മപരിപാടിയുടെ അധ്യക്ഷ കേരളത്തിലാകമാനം ആശുപത്രികളുടെ മുമ്പിൽ ആശുപത്രികളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തോട്ടയ്ക്കാട്ട് ആശുപത്രിയുടെ മുമ്പിൽ ഞങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു. എന്താണ് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യമെന്നും എന്താണ് ഇതിന്റെ സാമൂഹിക സാഹചര്യമെന്നൊക്കെ ഇവിടെ മുൻപ് സംസാരിച്ച മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ജോഷി വിൽപ്പ് ഉൾപ്പെടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി. മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ പണിതുയർത്തിയ ഒരു കെട്ടിടമാണ് എന്റെ മുമ്പിൽ എന്നെ നോക്കി നിങ്ങളെ നോക്കി നിൽക്കുന്നു. ഈ കെട്ടിടത്തിന്റെ ആരോഗ്യം എത്രമാത്രം നിലനിൽക്കുമെന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ഇത് പരിശോധിക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ പഠിച്ചിട്ടുള്ള എഞ്ചിനീയർമാർ സർട്ടിഫിക്കറ്റ് ചെയ്യും. അങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജിലെ 10, 11, 14 വാർഡുകൾ ആ കെട്ടിടം ഉടനെ തന്നെ പൊളിച്ചു മാറ്റണമെന്നും അതിന്റെ ആരോഗ്യം മോശമാണെന്നും സർട്ടിഫിക്കറ്റ് ചെയ്ത ഡോക്ടർമാരല്ല എഞ്ചിനീയർമാരാണ്. അതിന് പകരമായി അവിടെ ബിൽഡിംഗ് പറഞ്ഞിട്ടുണ്ട്. 2 നില ഭൂമിക്കടിയിലും 8 നില മുകളിലുമായി കെട്ടിടം പണിഞ്ഞെന്ന് കിടക്കുക. എന്തുകൊണ്ട് അവിടേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് പോലീസിന് മുമ്പിലേക്ക് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഗുണ്ട മറ്റൊരു ഗുണ്ടയെ കൊന്ന് വലിച്ചെറിയുമ്പോൾ ജനാലകൾ അടച്ചുപൂട്ടിയ പോലീസല്ലേ ഇവിടെ നിൽക്കുന്നത്. ഡിവൈഎഫ്ഐക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, SMIക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാലമെന്താ? നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ആന്റണി ഭരിച്ചപ്പോഴുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴുണ്ടായിരുന്നു. സർക്കാരിന് അനുകൂലമായ നിലപാടൊക്കെ സ്വീകരിക്കും, ഞങ്ങളിതിനെ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നീതി എന്ന് പറയുന്നത്, ന്യായം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവർക്കും ജനാധിപത്യപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെയാണ് സത്യവാദപരമായിട്ട് ഏകപക്ഷീയപരമായിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് കേരളം നിലമ്പൂർ വിധിയെഴുതിയപ്പോൾ ഞാനവിടെ പോയതാ. അവിടെ 3-4 ദിവസം പറഞ്ഞപ്പോൾ ഡിവൈഎഫ് ഞാനവിടെ താമസിച്ചിട്ടുള്ള ആളാണ്, വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ സുഹൃത്തുക്കളൊക്കെ CPM പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ചെയ്യിൽ നിന്ന് കേട്ട ഒരു മന്ത്രം ആരോട് പറയില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഈ നശിച്ച ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിൽ നിന്ന് പോകുന്നു അന്നേ കേരളം രക്ഷപ്പെടൂ എന്നാണ് അവർ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അപശകുനമാണ്.
കേരളത്തിന്റെ അപശകരമായ ശ്രീ പിണറായി വിജയൻ. കാരണം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ബിൽഡിംഗ് മറിഞ്ഞു വീഴുന്ന ദിവസം മുഖ്യമന്ത്രി അടക്കം 11 പേര് മന്ത്രിമാരിവിടെ ഉണ്ടായിരുന്നു. തലേ ദിവസം മറിഞ്ഞു വീഴാൻ പാടില്ലായിരുന്നു, പിറ്റേ ദിവസം മറിഞ്ഞു വീഴാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ കെട്ടിടം മറിഞ്ഞു വീണു എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ അപശകുനമാണെന്ന് പറഞ്ഞത്. മാത്രമാണോ, അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി. അദ്ദേഹം പോയ സ്ഥലത്തല്ലെങ്കിലും അവിടെ വലിയ വെള്ളപ്പൊക്കം, അവിടെ വലിയ വെള്ളപ്പൊക്കം അമേരിക്കയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് അവർ തന്നെ പറയുന്നത്. അദ്ദേഹം എവിടെ ചെന്നാലും അപശകുനമായി മാറിയിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ കാലാവധി കേരളത്തിലെ എണ്ണിയിട്ടുള്ളത് കേവലം 8 മാസം മാത്രമാണ്. അത് കഴിഞ്ഞാൽ കേരളം എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. ഈ നവപരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും INTUCയുടെ പേരിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുന്ന അടുത്തായി സംസാരിക്കുന്ന വാഗ്ദാനം മണ്ഡലം പ്രസിഡന്റ് UP പുന്നസൽ. ഹലോ, ഞാൻ ഇവിടെ MLA മീറ്റിംഗ് ബഹുമാനപ്പെട്ട ഈ യോഗാധ്യക്ഷൻ ബ്ലോക്ക് പ്രസിഡന്റ് KB ഗിരീശൻ, മീറ്റിംഗ് ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, എന്നെ ശ്രമിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാര്, നമ്മൾക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇന്ന് ആരോഗ്യ മേഖല എവിടെ പോയി നിൽക്കുന്നു എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കോട്ടയത്തുണ്ടായ അപകട മരണം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരോഗ്യം മന്ത്രിമാരും അവരുടെ പ്രതിച്ഛായ ഉയർത്തുന്നതിനു വേണ്ടി മന്ത്രിസഭയുടെ യോഗം വരെ, അതായത് കേരളത്തിന്റെ 4 ജില്ലകളുടെ ഒരു മീറ്റിംഗാണ്, ഉദ്യോഗ തലത്തിലുള്ളവരുടെ മീറ്റിംഗാണ് കോട്ടയത്ത് കാരിത്താസിൽ കൂടിക്കൊണ്ടിരുന്നത്. അതിന്റെ അകത്ത് വിളിച്ചു പറയുന്നത് കേരളത്തിന്റെ പ്രതിച്ഛായ ഇന്ന് എവിടെ നിൽക്കുന്നു, കേരളത്തിന്റെ വികസനം എവിടെ നിൽക്കുന്നു, ഈ മന്ത്രിസഭ ചെയ്ത വികസന പരിപാടികളെല്ലാം വിളിച്ചു പറയുന്നതിനു വേണ്ടിയാണ്. അവിടെ നമ്മളുടെ കലക്ടറെയും മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ വിളിച്ചു വരുത്തിയുള്ള യോഗം, 4 ജില്ലകളുടെ യോഗം അവിടെ കൂടിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ കോട്ടയത്തിന്റെ അജണ്ട എടുക്കുകയാണ്. കോട്ടയത്തിന്റെ അജണ്ട എടുക്കുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വന്നില്ല. അതിനു മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വരികയാണ്. മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ മുഴുവൻ ഇടിഞ്ഞ് താഴെ പോയിരിക്കുന്നു. അന്നേരം തന്നെ അതായത് പ്രതിച്ഛായ ഉയർത്തുന്നത് നമ്മൾക്കറിയാം. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മുഴുവൻ പരസ്യം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ മലയാള മനോരമയ്ക്കുവരെയും പരസ്യം കൊടുത്ത് അവരുടെ നേട്ടങ്ങൾ മാത്രം കാണിക്കുന്ന പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ നടത്തി പ്രതിച്ഛായ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗുകളാണ് അവിടെ നടന്നത്. അന്നേരം തന്നെയുള്ളത് ഈ തോട്ടേക്കാട്ട് ആശുപത്രി എന്റെ ചെറുപ്പത്തിലൊക്കെയും ഞങ്ങൾ വാകത്താനത്തുകാരാണെങ്കിലും ഞങ്ങൾ തോട്ടേക്കാട്ട് ആശുപത്രിയിൽ വളരെയധികം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ചികിത്സയ്ക്ക്. അതിനുവേണ്ടി ഇവിടെ എത്തിപ്പെട്ടിരുന്ന ഒരു ആശുപത്രിയാണിത്. ഈ ആശുപത്രിയുടെ ശോച്യാവസ്ഥയൊക്കെയും പരിഹരിച്ച് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്, അല്ലാതെ വേറെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒന്നുമല്ല. അതുകൊണ്ട് ഈ ആശുപത്രിയിൽ എന്തൊക്കെ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുവാൻ പറ്റുമോ അതൊക്കെയും ചെയ്ത് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ ധർണാ പരിപാടി 11:50 അവസാനിക്കുന്നതാണ്. അതിനു മുന്നേ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി MC ബാബു, ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ്. ബഹുമാന്യായ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷൻ KB ഗിരീശൻ, നമ്മൾ വളരെ ന്യായമായ ഒരാവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വളരെയേറെ വർഷങ്ങളിൽ നിരന്തരമായ അവഗണന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണിതെന്ന് നമുക്കറിയാം. കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന ഏറ്റവും
മോശമായ ഒരവസ്ഥയിൽ കൂടിയാണ് ഇന്ന് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ ആശുപത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഭവം ഇവിടെ എല്ലാവരും വിവരിച്ചത് നമ്മൾ കേട്ടു. ഒരു സ്ത്രീയുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കേണ്ട മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോവുക. വളരെ ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ തിരച്ചിലുകൾ നടത്തി ആ സ്ത്രീയുടെ മൃതദേഹമെങ്കിലും തിരഞ്ഞെടുക്കുവാൻ സാധിച്ചതെന്ന് നമുക്കറിയാം. ഇത് കുറ്റകരമായ അനാസ്ഥ ഈ ഒരു ആശുപത്രിയിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ മിക്ക ഗവൺമെന്റ് ആശുപത്രികളും ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. കോവിഡ് കാലത്ത് കേരളം 1ാം നമ്പർ എന്ന് പറഞ്ഞ് നമ്മളിവിടെ വളരെ പ്രചരണം നടത്തി, ഈ സർക്കാർ പ്രചരണം നടത്തിയിരുന്നു. അതിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ കണ്ടത് അതിനുശേഷമാണ്. CAG റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ കോവിഡ് കാലത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ഉള്ള ഒരു അവസാനത്തെ സംഭവമാണ് ഈ മെഡിക്കൽ കോളേജിലെ വിഷയം. ആരോഗ്യ സംരക്ഷണത്തിന് ഒരു സംവിധാനം പോലും അവിടെ ഇല്ല. മെഡിക്കൽ കോളേജ് കെട്ടിടയിരിപ്പുണ്ട്, മേശയുണ്ട്, കസേരയുണ്ട്, ഡോക്ടറുണ്ട്, കഴുത്തേ തൂക്കുന്ന വയറുമുണ്ട്. അല്ലാതെ അവിടെ ഒന്നുമില്ല, മരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 1 ലക്ഷം രൂപ ക്യാൻസറുകൾക്ക് കൊടുത്തു. അതൊന്നുമില്ല. ഇപ്പം ഇവിടെ ചെയ്ത സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു ജനദ്രോഹം അല്ലാതെ ഒരു സഹായ പദ്ധതി ഒന്നിനും നടന്നിട്ടില്ല. ഈ പദ്ധതിക്കുള്ള ജനവികാരമാണ് ഈ ധർണ. ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവരും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ കമ്മിറ്റി HCS കമ്മിറ്റി ഉണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞു ലിഫ്റ്റിലുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. പാവപ്പെട്ട രോഗികളെ കസേരയിൽ ഇരുത്തി ചുമന്ന് കയറണം മുകളിലൊരു നിലയിൽ. ആ ലിഫ്റ്റ് പോലും വെക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹം നിർത്തണം. അതുപോലെ ഈ ആശുപത്രിയിലുള്ള ജീവനക്കാരോടോ പോലീസിനോടോ അല്ല ഇന്ന് എതിർപ്പ്. ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിക്കെതിരായുള്ള പ്രതിഷേധമാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോലീസുകാർ ജോലി ചെയ്യില്ല, അവർ ശമ്പളം കിട്ടുകയില്ല. നഴ്സുമാർക്ക് അതുപോലെ തന്നെ. അതുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെടണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് ഈ സമരം മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നമസ്കാരം ചെയ്യിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ KB ഗിരീശൻ, ശ്രീ നിർവാഹക സമിതി അംഗം ശ്രീ ജോഷി ഫിലിപ്പ്, മറ്റ് പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഭാരവാഹി ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മെച്ചപ്പെട്ടതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെങ്കിൽ എന്തിന് ഇവരൊക്കെ വിദേശത്ത് പോകുന്നുവെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ളവർ, AK ആന്റണി അടക്കമുള്ളവർ വിദേശത്ത് ചികിത്സയ്ക്ക് പോയതിനെ പറ്റിയിട്ട് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ പോയിരുന്നു. പക്ഷെ നമ്പർ 1 കേരളമെന്ന് പറയുകയും ഈ പോക്ക് പോവുകയും കൂടെ ചെയ്യുന്നതിനെയാണ് അതിനെയാണ് വിമർശിക്കുന്നത്. എന്താണെങ്കിലും ഇവിടുത്തെ ആരോഗ്യരംഗത്ത് ICUവിലായിരിക്കുന്ന ആരോഗ്യരംഗത്തിന്റെ നേർചിത്രം വരച്ചു കാട്ടുന്നതിനാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് തലയ്ക്ക് വെളിവും ബോധവും വിവരവും ഉണ്ട് എങ്കിൽ ഇത് ഗവൺമെന്റ് അതിന്റേതായ വിലയിൽ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടിയിൽ പങ്കാളികളാകുവാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി നടത്തുന്ന ഈ സമര പരിപാടികൾക്ക് സാന്നിധ്യം കൊണ്ടും മനസ്സുകൊണ്ടും സഹകരിച്ച എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ്. ബഹുമാന്യനായ ഈ ധർണാ സമര പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മൾ ഈ ധർണാ സമരം നടത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി എനിക്ക് മുമ്പിൽ സംസാരിച്ച നേതാക്കന്മാരൊക്കെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ മരണത്തെ തുടർന്ന് ഒരു സാധു സ്ത്രീ മരണം വരിച്ചു. അതിനെതിരെ തികച്ചും നിഷേധാത്മകമായ രീതിയിലുള്ള ആരോഗ്യമന്ത്രിയുടെയും നമ്മുടെ സമീപവാസിയായ വാസവൻ മന്ത്രിയുടെയും പ്രസ്താവന തികച്ചും നിരാശാജനകമാണ്. യാതൊരു മനുഷ്യ മനസ്സാക്ഷിയുമില്ലാത്തവരാണ് ഈ 2 മന്ത്രിമാരും എന്ന് വേണേ പറയാം. ആരോഗ്യമന്ത്രിയെ പറ്റി പറഞ്ഞാൽ ഇന്ത്യ വിഷൻ ചാനലിലെ ന്യൂസ് റീഡർ ആയിരുന്ന ആരോഗ്യമന്ത്രിക്ക് ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കുവാനുള്ള യാതൊരുവിധ യോഗ്യതയുള്ള സ്ത്രീ അല്ല എന്ന് ഉറക്കെ പറയാൻ സാധിക്കും. ഞാൻ ദീർഘമായി പറയുന്നില്ല. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു 11:50 ധർണാ സമര പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു.
ഞാൻ ഈ ഇവിടെ വന്നപ്പോൾ തോട്ടക്കാട് ഗവൺമെന്റ് ആശുപത്രി ഈ കെട്ടിടം, അതിന് മുകളിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ ബിൽഡിങ്ങുകളാണ്. ഇതൊന്ന് പുതുക്കി പണിയുന്നതിനോ അത്യാവശ്യം റെനോവേഷൻ വർക്ക് നടത്തുന്നതിന് പോലും നമ്മുടെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ 1977 ഉദ്ഘാടനം ചെയ്തതാണ് ഇവിടുത്തെ പേവാട്. ഇന്ന് 50 വർഷങ്ങളോട് അടുക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ കാലാവധി ഏതാണ്ട് 40 വർഷമൊക്കെയാണ് മാക്സിമം വന്നു കഴിഞ്ഞാൽ. ഇന്ന് അത് 50 വർഷത്തോട് അടുക്കുന്നു. ഇന്ന് പേവാടിൽ രോഗികളില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80കളിലും 90കളിലും 2000ത്തിന്റെ ബിഗിനിങ് തുടക്കത്തിലൊക്കെ ഈ പേവാട് ഫുള്ളായിരുന്നു. ഇന്ന് ആരും തന്നെ ഇല്ല. മുകളിലെ ആ വാർഡുകളിലൊന്നും ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ കാക്കയും കിളികളും ഒക്കെ കൂട് വെച്ച് ഇങ്ങനെ ഒരു രാത്രി അപശബ്ദങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്. മനുഷ്യനും ഭയമുണ്ടാകും. ഒറ്റയ്ക്കൊക്കെ 1-2 പേരായിരിക്കും ഒരു വാർഡിൽ കിടക്കുന്നത്. ആ സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ കെട്ടിടം അതും നിലംപൊത്താറായ അവസ്ഥയായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദാരുണ സംഭവങ്ങളൊന്നും തോട്ടക്കാട് ഈ ആശുപത്രിയിൽ സംഭവിക്കാൻ ഇടയാകരുത് എന്നാണ് പ്രാർത്ഥന. അതേപോലെ തന്നെ ഈ ഏരിയ കറുകച്ചാല്, നെടുങ്കുന്നം, കുറുമ്പനാട്, മാടപ്പള്ളി ആ ഭാഗത്തുള്ള ആൾക്കാരുടെ ഏക അവലംബമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു തൊഴിലാളി സ്ത്രീ ഇവിടെ വന്നു, പനിക്ക് വേണ്ടി വന്നതാണ്. മരുന്ന് അന്നേരം കുറിച്ചു കൊടുക്കുക. ഒരു പാരസെറ്റാമോൾ പോലും ഈ ഹോസ്പിറ്റലില് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഈ ധർണാ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ബ്ലോക്ക് സെക്രട്ടറി സ്റ്റേജ് പാർപ്പാർ. ബഹുമാന്യനായ കേരളത്തിലെ ആരോഗ്യത്തിലുള്ള സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻപോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജന ആരോഗ്യരംഗം സുശക്തമായി പോയിരുന്ന ഒരു നാട്ടിൽ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കുന്ന നടപടിയുമായി ഗവൺമെന്റ് മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ട പരിഗണനകൾ നൽകി ഇവിടെ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ പടുത്തുയർത്തി രോഗികൾ ആശുപത്രിയിലേക്ക് വന്നാൽ സൗജന്യമായി അവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള സംവിധാനമൊരുക്കി കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാനുള്ള സമീപനം ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ബിനീഷ് പെന്റിയം. ബഹുമാനവർക്കും അറിയാം, കഴിഞ്ഞ നാളുകളിൽ പലരും പറയുകയുണ്ടായി ഇന്ന് ആരോഗ്യവകുപ്പ് ICUവിലാണ്, ചിലർ പറയുകയുണ്ടായി ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. എന്നാൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു, ആരോഗ്യവകുപ്പ് ഇന്ന് മോർച്ചറിയിലേക്ക് എടുക്കപ്പെട്ട സ്ഥിതിയിൽ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഒരു ഓപ്പറേഷൻ വന്നാൽ കഴിഞ്ഞാൽ തയ്ക്കാൻ നൂല് പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ ഇന്ന് കേരള സർക്കാർ മാറ്റിയിരിക്കുകയാണ്. ആശുപത്രി വരാന്തകളിൽ ഇന്ന് രോഗികളെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ചികിത്സയ്ക്ക് പോകുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ആരോഗ്യവകുപ്പിനെതിരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ പുറകിലിരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോ പിടിക്കാനും ഫോട്ടോ എടുക്കാനും കടന്നു വന്ന പോലീസുകാർ ഈ മതിലിന് സൈഡിൽ നിൽപ്പുണ്ട്. അവരോട് പറയാൻ ഒന്നേ ആഗ്രഹമുള്ളൂ, അറിയാതെ പോലും നിങ്ങൾ ഈ മേളിൽ നിൽക്കുന്ന ഒരു ചെടിയുടെ ഇല പോലും പറിക്കാൻ ശ്രമിക്കില്ല. കാരണം അതെല്ലാം കൂടെ മറിഞ്ഞു വീണ് നമ്മൾ എല്ലാവരും മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നിരിക്കുക. അത്രയ്ക്ക് ശോധനീയവസ്ഥമാണ് ഈ മതില് ഇവിടെ ഇരിക്കുന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന്റെ കുറവ് മൂലം കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്കും ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് യൂത്ത് കോൺഗ്രസ്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ECC മെമ്പറുമായ ശ്രീ N. പ്രസാദ്. ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആരോഗ്യം. കഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഒട്ടേറെ ഗുണപരമായ നേട്ടങ്ങൾ നമുക്ക് സർക്കാർ മേഖലയിൽ കൈവരിക്കാൻ കഴിയും. അതിനെയൊക്കെ തകർത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ കോളേജിലുള്ള ധാരണ സംഭവം അടക്കമുള്ളവർ നമ്മൾക്ക് പരിചയമുള്ളതാണ്. ഇതിനെതിരെ സംഘടിപ്പിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മാതൃത്വം പ്രസംഗിക്കുന്നില്ല എന്ന് അറിയിച്ചു മുൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിമൽ നിബേഷ്.
യോഗത്തിന്റെ അധ്യക്ഷൻ കെ പി ഗിരീശൻ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതിനോടൊപ്പം ഇതിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇന്നത്തെ ധർണാ പരിപാടി അവസാനിക്കുകയാണ്. ധർണാ പരിപാടിക്ക് കൃതജ്ഞത പറയാൻ വേണ്ടി കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ സൂസൻ ചാണ്ടിയെ ക്ഷണിച്ചു. വാർഡ് മെമ്പറുമായ സൂസൻ ചാണ്ടിയെ ക്ഷണിച്ചു. ഈ ധർണയ്ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഗിരീശൻ, മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ സാംകെ വർക്കി, ബഹുമാനപ്പെട്ട ജോഷി ഫിലിപ്പ്, നമ്മുടെ MLA ഉമ്മൻചാണ്ടി ഇവിടെ നിൽക്കുന്നത് കാണുമെന്നാണ് ചോദിച്ചാൽ പാവങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൂടെയാണ്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഈ ശോചനീയാവസ്ഥ കാണുമ്പോൾ ആര് സങ്കടപ്പെട്ടു പോകും? ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. നമ്മുടെ ധർണാ പരിപാടി അവസാനിച്ച് ധർണാ പരിപാടി പിരിച്ചുവിട്ടിരിക്കുന്നത്.